ഓം ഗം ഗണപതയേ നമഃ. ഓം നമശ്ചണ്ഡികായ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ആ ദേവീ മാഹാത്മ്യത്തിലെ അഖിലാണ്ടേശ്വരിയായ ഭക്തവത്സലയായ ആശ്രിതവത്സലയായ ശ്രീ മഹാദേവിയുടെ മഹേശ്വരിയുടെ ഉമാമഹേശ്വരിയുടെ പല ഭാവങ്ങളും രൂപങ്ങളും ധ്യാനോപാസനാ രീതികളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി സാധാരണക്കാരായ നാം എങ്ങനെ ദേവിയിലേക്ക് അടുക്കും? കേവലം ജപം മാത്രം മതിയോ? പാരായണം മാത്രം മതിയോ? ഇന്നത്തെ ഈ കലിയുഗത്തിൽ നമുക്കറിയാം, ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് സംഘർഷഭരിതമായിട്ടാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാരായണത്തിനപ്പുറം മറ്റെന്തെല്ലാം നാം ചെയ്യേണ്ടതുണ്ട് എന്ന് നോക്കാം. ദേവന്മാർക്കും ദേവിമാർക്കും വിവിധ ഭാവങ്ങളുണ്ടെന്ന് നമ്മൾ ദേവീ മാഹാത്മ്യത്തിലൂടെ കണ്ടു, അല്ലേ? മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലും ദേവിയുടെ അനേക രൂപത്തിലും അതുപോലെ ഭാവത്തിലും ഉള്ള വർണ്ണനകളുണ്ട്. ശിവൻ്റെ ശക്തി എന്ന രൂപത്തിലാണ് ദേവിക്ക് ശിവൻ്റെ ശക്തി എന്ന രൂപത്തിൽ ദേവിക്ക് രണ്ട് ഭാവങ്ങളാണുള്ളത്. ഒന്ന് കോമളഭാവം, മറ്റൊന്ന് ഭീകരമായ ഭാവം. ആ ഭീകരഭാവത്തിലുള്ള ഉപാസനയ്ക്കാണ് കൂടുതൽ പ്രചാരം കണ്ടുവരുന്നത്. ദുർഗ, കാളി, ചണ്ഡിക, ശ്യാമ, ചണ്ഡി, ഭൈരവി, വാരാഹി, രുദ്രാണി, നാരസിംഹി, രക്തദന്തിക, ശതാക്ഷി, ശാകംഭരി, കൗശികി, ഇങ്ങനെ ഇവയെല്ലാം ഈ ഭീകരഭാവങ്ങളുള്ള ദേവിമാരുടെ രൂപങ്ങളാണ്. ഉമാ, ഗൗരി, പാർവതി, ഹൈമാവതി, ഭവാനി, ജഗന്മാതാവ് ഇവയെല്ലാം കോമളഭാവങ്ങളാണ്. അതുപോലെ ദേവിയുടെ വിവിധ സ്വരൂപങ്ങളാണ് ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി. ഇങ്ങനെ ഈ 5 ഭാവങ്ങൾക്കും ഈ ദേവിയുടെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി ഈ 5 ഭാവങ്ങൾക്കും തുല്യമായ സ്ഥാനമാണ് ദേവീ ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ളതായി കാണുന്നത്. ദേവീ ഭാഗവതത്തിൻ്റെ അവസാന 4 സ്കന്ധങ്ങൾ വരുമ്പോൾ ഈ ശക്തി സ്വരൂപിണിയായ ആ അമ്മയുടെ ആ ദേവിയുടെ പല കഥകളും ഉപാസനാക്രമങ്ങളും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. ശ്രീദേവി മാഹാത്മ്യം പോലെ തന്നെ ദേവീ ഭാഗവതവും നമുക്ക് നിത്യം പാരായണം ചെയ്യാവുന്നതാണ്. കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭക്തന്മാരെ 4 വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എപ്പോഴും കഷ്ടപ്പാടി കിടന്നിങ്ങനെ ബുദ്ധിമുട്ടിയുള്ള നമ്മളെപ്പോലെ ഉള്ള ബദ്ധന്മാരായ ബദ്ധന്മാർ നിത്യം ഓരോ ദുരിതത്തിൽ കൂടി കടന്നു പോകുന്നവർ. അപ്പോൾ അവരിൽപ്പെട്ടവരാണ് നമ്മളെല്ലാം എന്ന് പറയാം. നാം സാധാരണയായിട്ട് ഉപാസിക്കുന്നത് അതുപോലെ തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവും, അല്ലെങ്കിൽ നമ്മൾ പേര് കേട്ട ക്ഷേത്രങ്ങളിൽ ആറ്റുകാല്, ചോറ്റാനിക്കര, അതുപോലെ മൂകാംബിക, ഇങ്ങനെ എല്ലാ ദേവിമാരെയും പോയി ദർശനം നടത്തും, അല്ലേ? അപ്പോൾ സാധാരണ ദുർഗ, ഭഗവതി, ഭദ്രകാളി ദേവി, അതുപോലെ ഭഗവതി, സരസ്വതി ദേവി, ലക്ഷ്മി ദേവി എല്ലാം ചോറ്റാനിക്കരയാണ്. ദുർഗ, സരസ്വതി, ലക്ഷ്മി ഇങ്ങനെ 3 ഭാവങ്ങളിലാണ് ഓരോ ദിവസവും ദേവി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലേ? അതിൽ കൂടുതലും നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. ദുർഗാദേവിയാണെങ്കിൽ നമ്മളെ ദുർഗതിയിൽ നിന്നും അതുപോലെ തന്നെ സങ്കടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്ന ദേവിയാണ്. നമ്മൾ അറിഞ്ഞു ദുർഗമൻ എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് ദുർഗ എന്ന് പേര് കിട്ടിയത്, അല്ലേ? ദാരുണാഖ്യസ്ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി തദാഹം ഭ്രാമരം രൂപം കൃത്വാ സംഘേ ഷഡ്പദം ത്രൈലോക്യസ്യ വദിഷ്യാമി മഹിഷ്. അങ്ങനെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ദുർഗമാഖ്യം മഹാസുരം. ദുർഗമൻ എന്ന മഹാസുരനെ വധിച്ചതുകൊണ്ട് ദുർഗാദേവി എന്ന് ആഖ്യ പറയപ്പെട്ടു എന്ന്. അപ്പോൾ മഹിഷാസുര മർദിനി എന്ന നിലയിലും കുമാരീദേവി എന്ന നിലയിലും മഹാഭാരതത്തിൽ ദേവിയുടെ പരാമർശമുണ്ട്. ചിലർ ദേവിയെ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായിട്ട് കാണുന്നുണ്ട്, ദുർഗാദേവിയെ. അതുപോലെ തന്നെ ശിവപത്നിയായ ഉമ്മയായിട്ടാണ് ചിലർ കാണുന്നത് ദുർഗാദേവിയെ. മഹാഭാരതത്തിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നത് ഹരിവംശത്തിലെ 2 അധ്യായങ്ങളിലും മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു അധ്യായത്തിലും ദേവിയുടെ ആ മാഹാത്മ്യം പറയുന്നിടത്തെല്ലാം ദേവിയുടെ പല രൂപങ്ങളെയും പറയുന്നുണ്ട്. ദേവീ മാഹാത്മ്യത്തിൽ നമുക്കറിയാം പല ഭാവങ്ങളും രൂപങ്ങളും നമ്മുടെ മുമ്പിൽ വർണ്ണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹരിവംശം എന്ന ആ ഗ്രന്ഥം AD 400-500 ഇടയിലാണ് രചിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്.
ദേവി തന്നെയാണ് ഉപനിഷത്തിൽ ബ്രഹ്മമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദേവീ ഭക്തർ കരുതുന്നതിൽ അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല അല്ലേ. ശക്തിയുടെ പ്രതീകം എന്ന നിലയിലാണ് ദേവിയെ നാം കാണുന്നത്. ആ ദേവിയാണെങ്കിലോ അതിസുന്ദരിയായിട്ടാണ് ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത്. ത്രിപുരസുന്ദരി ഭാവത്തിൽ അത്യന്തം ശക്തിശാലിനിയാണ് ആ ദേവി. പിന്നെ നമ്മൾ തന്നെ ദേവി മഹാത്മ്യത്തിൽ കണ്ടു അസംഖ്യം കൈകളോടുകൂടി. കാളീദേവിക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടറിഞ്ഞത്? 10 മുഖങ്ങൾ, 10 കൈകൾ, 10 കാലുകൾ. ആ 10 മുഖത്തും എത്ര കണ്ണുകളുണ്ട്? 30ഓളം. ആ 30 കണ്ണുകളോടുകൂടിയ മുഖമാണ് അല്ലേ. ഇനി മഹാലക്ഷ്മി ദേവി എങ്ങനെയാണ് കണ്ടത്? 18 കൈകൾ, അഷ്ടാദശഭുജ അല്ലേ. ആ കൈകളിലെല്ലാം ആയുധങ്ങൾ എന്തി. ഇനി സരസ്വതി ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് 8 കൈകളോടുകൂടിയാണ്. ഗൗരീദേഹാത് സമുദ്ഭൂത യാ സത്വൈക ഗുണാശ്രയ സാക്ഷാത് സരസ്വതി പ്രോക്ത ശുംഭാസുര നിബർഹിണി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ. അതായത് ആ 8 അഷ്ടഭുജ, അതായത് 8 കൈകളോടുകൂടിയ സരസ്വതി ദേവിയെ നമ്മൾ കണ്ടു. വൈകൃതിക രഹസ്യത്തിൽ ഇവരെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ അടുത്തുള്ള ഈ ക്ഷേത്രങ്ങളിൽ ചെന്ന് നമ്മൾ ഈ രൂപത്തിലും ഭാവത്തിലും നമ്മൾ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കും അല്ലേ. ഇനി എത്ര ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവി ആ ചൈതന്യം നമ്മളിലേക്ക് വരും. നമ്മളെന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ അല്ലേ. ഈ നമുക്കറിയാം നമ്മൾ മനുഷ്യരുടെ എല്ലാ സ്വഭാവ ഈ വിശേഷങ്ങളും ദേവി ദേവന്മാർക്കുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സ്വഭാവവിശേഷം പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളും ഹിതാഹിതങ്ങളും ഒക്കെ ഉണ്ടെന്നറിയുക. പിന്നെ നമ്മൾ മനുഷ്യരിലുള്ള അത്രയും ക്രോധം, കാമം ഇവയൊന്നും ഇല്ലെന്ന് തന്നെ കരുതാം, ഇതുപോലെയുള്ള ദുർവിചാരങ്ങളൊന്നും. എന്നാലും സ്വജനങ്ങളെ കാണാതിരുന്നാൽ സങ്കടവും അതുപോലെ കണ്ടാൽ സന്തോഷവും ഉണ്ടാവില്ലേ. നമുക്കങ്ങനെയല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും, കാണാതിരുന്നാൽ ദുഃഖവും തോന്നും. അതുപോലെ തന്നെയാണ് ദേവീ ദേവന്മാർക്ക്. അപ്പോൾ നമ്മൾ നിത്യം ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ദേവിയെ കാണുമ്പോൾ ദേവിക്ക് സന്തോഷം ഉണ്ടാവും. ദേവി പ്രസാദിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും അടുത്തുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ് പ്രധാനം. നമ്മളിപ്പം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒത്തിരി ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി ജ്യോത്സ്യന്മാരെയൊക്കെ നോക്കും, രാശി നോക്കും, അഷ്ടമംഗല്യ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കും. അപ്പോൾ അവർ നമുക്കൊരു ചാർത്ത് എഴുതി തരും അല്ലേ. പരദേവതയുടെ കോപമുണ്ട്, അല്ലെങ്കിൽ പിതൃക്കളുടെ കോപമുണ്ട്. അവസാനം എന്ത് ചെയ്യും? ആ ചാർത്തിൻ്റെ അവസാനം പരദേവത പ്രീതി വരുത്തുക, പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ അല്ലാതെ ഏതെങ്കിലും ജ്യോത്സ്യന്മാർ ആർക്കെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ ഇങ്ങനെ ഗുരുവായൂർ പോയി തൊഴണം, പറ്റുമെങ്കിൽ പോയി തൊഴാൻ പറയും. പക്ഷേ ഈ പരദേവതാ പ്രീതി വരുത്തുക, പിതൃക്കളെ പ്രീതിപ്പെടുത്തുക, ഇത് നിശ്ചയമായിട്ടും എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മളോട് ദൂരെയുള്ളൊരു പ്രസിദ്ധ ക്ഷേത്രങ്ങളിലും പോയി തൊഴാൻ പറയാറില്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി തൊഴാം, കാണാം. ഗുരുവായൂരോ ചോറ്റാനിക്കരയോ ആറ്റുകാലോ മൂകാംബിയിലോ ഒക്കെ പോയി, കാടാമ്പുഴയൊക്കെ പോയി മുട്ടർക്കാം നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുള്ള പരദേവതയോ കുലദേവതമാരെയോ പ്രീതിപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ നമ്മളത് ചെയ്യുന്നത് വളരെ വളരെ നിഷ്ഠയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. വളരെ ഭക്തിഭാവത്തോടു കൂടി തന്നെയാണ്, ഏകാഗ്രചിത്തരായി തന്നെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകുമ്പോൾ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ശരീരവും മനസ്സും ശുദ്ധമാക്കി വേണം ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ. അവിടെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രധാന ദ്വാരത്തിൽ നമ്മൾ ആ പടിക്കെട്ടിൽ തൊട്ട് ശിരസിൽ വെച്ച് വന്ദിക്കാറുണ്ടല്ലേ. ഇനി ക്ഷേത്രത്തിനകത്തേക്ക് കിടന്നാലോ നമ്മൾ ഉപദേവന്മാരെ എല്ലാം തൊഴുത് ആ പ്രധാന വാതിൽ പടിയിൽ തൊട്ട് ശിരസിൽ വെച്ച് വന്ദിച്ചതിന് ശേഷം അകത്തേക്ക് കയറും. നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പുറത്ത് ആ നാലമ്പലത്തിന് ചുറ്റും നമുക്കിങ്ങനെ ഓരോ ബലിക്കല്ലുകൾ കാണാം ചുറ്റും. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് അകത്ത് ശ്രീകോവിലിന് പുറത്തായിട്ടും ബലിക്കല്ലുകൾ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ബലിക്കല്ലിന് പുറത്തോടെയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. ആ ശ്രീകോവിലിന് ചുറ്റും ഇന്ദ്രൻ, ദിക്പാലകർ, ദേവഗണങ്ങൾ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ബലിക്കല്ലുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വേണം പ്രദക്ഷിണം വയ്ക്കാൻ? കൈകൾ ഇളകാതെ തൊഴുകൈയോടെ കൂമ്പി നിൽക്കുന്ന താമരമുട്ടിൻ്റെ ആകൃതിയിൽ വേണം നമ്മുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദേവിയെ ധ്യാനിച്ച് ഏകാഗ്രചിത്തരായിട്ട്
അടിവെച്ച് പ്രദക്ഷിണം വെക്കണമെന്നാണ് പറയുന്നത്. ധൃതിയിൽ ഒരിക്കലും പ്രദക്ഷിണം പൂർത്തിയാക്കരുത് എന്ന് പറയുന്നു. ഇനി നമുക്കറിയാം എത്ര തവണ നമ്മൾ പ്രദക്ഷിണം വെക്കണം. 21 തവണ പ്രദക്ഷിണം വെച്ചാൽ വളരെ ശ്രേഷ്ഠം ആണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഗണപതി ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമ്മൾ 1 തവണ പ്രദക്ഷിണം, ഗണപതിക്ക് 1 പ്രദക്ഷിണം വെച്ചാൽ മതി. ഇനി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നത് യാനി യാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ. നമ്മൾ ജന്മാന്തരകൃതങ്ങൾ, അതായത് ജന്മാന്തരങ്ങളായി ചെയ്യുന്ന എല്ലാ പാപങ്ങളും നമ്മുടെ ഈ പ്രദക്ഷിണത്തോടുകൂടി ഞാൻ ഈ അടിവെച്ച് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം നശിച്ചു പോകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ദുർഗാദേവിക്കാണെങ്കിൽ കാർത്തികയും ചൊവ്വയും വെള്ളിയും ദിവസങ്ങളും, കാർത്തിക എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് പ്രധാനം കേട്ടോ. നമ്മൾ വിഗ്രഹത്തിലെല്ലാം ദീപങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് ദേവിയെ അന്നത്തെ ദിവസം നമ്മൾ വളരെ ആദരിച്ച് നമ്മൾ അത് ആർഭാടമാക്കാറുണ്ട്. അതുപോലെ സരസ്വതി ദേവിക്കാണെങ്കിൽ നവരാത്രിക്കാലമാണ് വിശേഷം അല്ലേ. ഭദ്രകാളി ദേവിക്ക് ചൊവ്വ-വെള്ളി ദിവസങ്ങളും ഭരണി, മകരച്ചൊവ്വ എന്ന് പറഞ്ഞാൽ മകരമാസത്തിലെ ഫസ്റ്റ് ട്യൂസ്ഡേ ആണ് മകരച്ചൊവ്വയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി മകരമാസം 28-ന് പ്രധാന ദിവസമാണ് ദേവിക്ക്, ഭദ്രകാളിക്ക്. അതുപോലെ മീനഭരണി വിശേഷ ദിവസമാണ്. ഇനി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ ദിവസങ്ങളല്ലാതെ പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ജന്മനക്ഷത്രം വരുമ്പോഴും നമ്മുടെ ജീവിത പങ്കാളിയുടെ ജന്മനക്ഷത്രം വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയോ മക്കളുടെയോ, അതുപോലെ പ്രായമായവരാണെങ്കിൽ പേരക്കുട്ടികളുടെ ജന്മനക്ഷത്രം, പക്കനാൾ, ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷേത്രദർശനം നടത്തണം. ആ കുലപരദേവത, ദേശപരദേവത, ഗ്രാമപരദേവത ഇവരാണ് നമ്മുടെ മുഖ്യമായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട, നമ്മൾ ദർശിക്കേണ്ട, നമ്മൾ ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങൾ. ഇനി മറ്റുള്ള അമ്പലങ്ങളിൽ പോകണ്ട എന്നല്ല, സൗകര്യപ്രദമായിട്ട് നമുക്ക് പോയി ദർശനം നടത്താവുന്നതുമാണ്. ഇനി ദേവീ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ദേവിക്ക് 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ഭദ്രകാളിക്കാണെങ്കിലും ദുർഗാദേവിക്കാണെങ്കിലും സരസ്വതിക്കാണെങ്കിലും. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആ സരസ്വതിയെ പൂജിക്കുമ്പോൾ സരസ്വതിയുടെ വലതുഭാഗത്ത് രുദ്രനും ഇടതുഭാഗത്ത് വിനായകനും ഉണ്ടാവും എന്ന് നമ്മൾ വായിച്ചു ഇല്ലേ. അവരൊക്കെ ഉണ്ടാവും ആ ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ നവാസ്യ ശക്തയ 9 ശക്തികളും സരസ്വതി ദേവിയോടുകൂടി ഉണ്ടാവും, നവദുർഗ എന്നും നമ്മൾ അറിഞ്ഞു ഇല്ലേ വൈകൃതിക രഹസ്യത്തിൽ. ഇനി മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലാണെങ്കിലും എന്താണ് വിശേഷം? വലതുഭാഗത്ത് 10 മുഖമുള്ള കാളിദേവി ഉണ്ടാവും, ഇടതുഭാഗത്ത് സരസ്വതി ദേവി ഉണ്ടാവും, അഷ്ടഭുജ, 8 കൈകളുള്ള. ഇനി പുറകുഭാഗത്ത് എന്തുണ്ടാവും? പൃഷ്ഠത വിരിഞ്ചിസ്വരയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവിനോട്, അതായത് സരസ്വതി ദേവിയോടുകൂടി സരസ്വതി ദേവിയോടുകൂടിയ വിധാതാവ് വിരിഞ്ചനും, അതുപോലെ വലതുവശത്ത് ഗൗരിയോടുകൂടിയ രുദ്രനും, ഇടതുഭാഗത്ത് ലക്ഷ്മിയോടുകൂടിയ ഹൃഷികേശനും ഉണ്ടെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇല്ലേ. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ മനസ്സിൽ ധ്യാനിക്കുക. ഇനി പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല എന്നാണ്. നമുക്കറിയാം, നമ്മൾ പണ്ടുകാലത്തെ അവസ്ഥയൊന്നുമല്ല, ക്ഷേത്രങ്ങളുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. നമ്മൾ ഭക്തിയുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമം തോന്നും അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ കുറച്ച് പുഷ്പങ്ങൾ കരുതിയാൽ വളരെ നന്ന്. ദേവനെ ദർശിക്കാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല എന്നാണ്. അല്ലെങ്കിൽ നമുക്കവിടെ ഏറ്റവും നല്ല വഴിപാട് എന്ന് പറഞ്ഞാൽ എണ്ണ വാങ്ങിച്ചൊഴിക്കാൻ പറ്റും. അതാണ് അതിലും ശ്രേഷ്ഠമായത്. എണ്ണ വാങ്ങിച്ച് എല്ലായിടത്തും ഒഴിക്കുക. അതിലും ഒരുപാട് നമുക്ക് ദഹിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് കാണാം വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് തിരിയിട്ട് കത്തിക്കാതെ വിളക്കിൽ എണ്ണ വളരെ പിശുക്കി കത്തിച്ചൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം നമ്മൾ കണ്ടില്ലെന്ന് അവഗണിക്കണം. എന്നിട്ട് നമ്മൾ പോകുന്നത് ദേവിയെ ദർശിക്കാനാണ്. ആ ദർശനം നടത്തുക, നമ്മൾക്ക് പറ്റുന്നത് പോലെ നമ്മുടെ ഇഷ്ടാനുസരണമുള്ള വഴിപാട് നടത്തുക, തിരിച്ചു പോരുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.